ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ശാന്തിയും സമാധാനവും ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. നോക്കാം, ഈ അടുത്ത ദിവസങ്ങളിലായോ നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ മേൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 25791346 ഓക്കെ. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് പെൻറ്റിക്കിൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫ്രണ്ട്ലെസ് എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഒരു സൗഹൃദം, യൂണിവേഴ്സിൻ്റെ ഒരു സൗഹൃദം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. എന്ത് കാര്യവും ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഇവിടെ ഒരു 3 ഓഫ് പെൻറ്റിക്കിൾ ഒരു ഐക്യതയെ കാണിക്കുന്നുണ്ട്, ടൈമിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ ഈ ഒരു അടുത്ത സമയത്തായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്, അത് യൂണിവേഴ്സിൻ്റെ ഒരു കൂട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അതിൻ്റെ ഓർമ്മയിലാണ് ഇപ്പോഴും കൺഫ്യൂഷനായി നിൽക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന സാമ്പത്തികത്തിലും ചില യൂണിവേഴ്സ് നൽകാൻ നിൽക്കുന്ന ചില കാര്യങ്ങളിലും ബ്ലോക്കേജ് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ ഉപേക്ഷിക്കുക, അതിന് ക്ലാരിറ്റി കൊടുക്കുക. നമുക്ക് എന്തിനും ഒരേ സമയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതിന് ഒരു സമയം, എന്ത് കാര്യത്തിനും ഒരു പ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയുടെ പ്രവാഹം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വാതിൽ തുറന്നിരിക്കും. ആ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സമയം നമുക്ക് വളരെ സന്തോഷവും അനുഗ്രഹവുമായിട്ടുള്ള സമയമാണ്. അത് നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് തിരിഞ്ഞ് പ്രവർത്തിക്കുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. ഓക്കെ, നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ചില വ്യക്തികളുണ്ടായിരിക്കാം. ആ വ്യക്തികളെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളുടെയോ അവരുടെയോ ആയിട്ടുള്ള ചില തോട്ടുകൾ കാരണം, നെഗറ്റീവ് തോട്ടുകൾ കാരണം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ചിലപ്പം മനഃപൂർവ്വമായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്കങ്ങനെ സംഭവിച്ചു അവരുടെ എന്തെങ്കിലും തെറ്റ് കാരണം നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അപ്പം യൂണിവേഴ്സ് പറയുന്നത് സംഭവിച്ചതെന്തും സംഭവിച്ചു പോയി, അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കോ തിന്മയ്ക്കോ ആയിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. വീണ്ടും അതിനെ ചൊല്ലി ഭയപ്പെട്ട് മാറി നിൽക്കരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ മെഡിറ്റേഷനോടുകൂടി, വളരെ ചിന്തയോടുകൂടി നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കാണിക്കുന്നതിൽ നിങ്ങൾ പാസ്റ്റിലുള്ള കാര്യങ്ങളെ മനസ്സിൽ വെച്ചിട്ടാണ് പ്രസൻറ്റിൽ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, പാസ്റ്റിലെ കാര്യങ്ങളെ പൂർണ്ണമായും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൺഫ്യൂഷനാണ്. ഈ ഒരു വ്യക്തിയെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ വ്യക്തി കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. കാരണം ഇയാളുടെ തോട്ടിൽ പല പല കാര്യങ്ങളുണ്ട്. അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ, ആ ചില കാര്യങ്ങളുടെ ട്രോമയിൽ നിന്നും ഇതുവരെയും മുക്തനാകാതെയാണ് ഇപ്പോഴുള്ള ഈ ഒരു പ്രസൻറ്റിലുള്ള ചില കാര്യങ്ങൾക്ക് സെലക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കുന്നത് കാരണം നമുക്ക് ഇതിലേത് എടുക്കണമെന്ന് അറിയത്തില്ല. എടുക്കുന്നതിൽ ഇനി സർപ്പമാണോ, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമാണോ, സ്നേഹമാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൺഫ്യൂഷൻ ആകാതെ നമ്മുടെ പാസ്റ്റിനെ പൂർണ്ണമായിട്ടും ക്ലാരിറ്റി കൊണ്ടുവരണം. അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരുന്നിട്ടില്ല, അല്ലെങ്കിൽ അതെനിക്ക് അന്ന് സംഭവിച്ചത് നന്നായി, എൻ്റെ ജീവിതത്തിൽ അത് നേടുവാനുള്ള സമയമല്ലായിരുന്നു. എല്ലാത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മോടൊപ്പം ഇടയ്ക്ക് വെച്ച് കയറിയ വ്യക്തികളാണ് അവർ. നമ്മളുടെ കൂടെ ഏത് സ്ഥലം വരെ ഉണ്ടാകണമെന്നും നിശ്ചയിക്കുന്നത് യൂണിവേഴ്സാണ്, ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇനി 2 വർഷം കാണുമോ അല്ലെങ്കിൽ 10 വർഷം കാണുമോ എന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ നിശ്ചയിക്കുന്നത് യൂണിവേഴ്സാണ്. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് അവർ ഇറങ്ങും. പിന്നീട് വീണ്ടും കാണുവാൻ യൂണിവേഴ്സ് അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു യാത്രയിൽ നിങ്ങൾ വീണ്ടും കാണും.
ആ കാണണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ തീരുമാനം മാത്രമാണ്. അപ്പോൾ അതിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു വീണ്ടും നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ കാണണമെങ്കിൽ അതൊരു പ്രാർത്ഥനയോടുകൂടി അഫർമേഷനോടുകൂടി ഇരുന്നാൽ ആ വ്യക്തിയെ ജീവിതത്തിൽ വീണ്ടും കാണാൻ സാധിക്കും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അവിടെ വരെയാണ് നിങ്ങളുടെ യാത്രയിൽ വിധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ ഇപ്പം നമ്മുടെ ലൈഫിൽ നിന്നും എന്നേക്കുമായി മാറിപ്പോയ ചില വ്യക്തികളുണ്ട്. ഓക്കെ, ഈ ലോകത്തില്ലാത്ത ചില വ്യക്തികളുണ്ട്. അപ്പം അതുമെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ മറിക്കുവാനോ മാറ്റുവാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതുകൂടി മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പാസ്റ്റിനെ ഉപേക്ഷിച്ച് കൊണ്ട് പ്രസൻറ്റിൽ ജീവിക്കുക. ഓക്കെ, പഴയ കാര്യങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൺഫ്യൂഷൻ ആക്കിയിട്ട് ആ നെഗറ്റീവ് തോട്ടോട് കൂടി നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് പാമ്പായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളെ തന്നെ കൊത്തുന്നതായിട്ടുള്ള ഇതാകും. അങ്ങനെ നിങ്ങൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കാര്യങ്ങളെ ക്ലാരിറ്റി കൊണ്ടുവന്ന് ഓക്കെ ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടന്നത് ഇന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ വിലയിരുത്തിയതിന് ശേഷം അതിനെ പൂർണ്ണമായും വിട്ടുകളയുക. ഇല്ല, നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് എന്നിലേക്ക് വരാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എന്നിലേക്ക് തന്നെ വരും എന്നുള്ള നിശ്ചയത്തോടു കൂടി ഇരിക്കുക. സാമ്പത്തികത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ ആഹാരത്തിന് നിങ്ങളുടെ മക്കളുടെ ആഹാരത്തിനുമുള്ള പേര് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും പോയിരിക്കുന്ന പണം നിങ്ങളിൽ തന്നെ വരും. സാമ്പത്തിക കാര്യം നിങ്ങളിൽ തന്നെ വരും. ചില വ്യക്തികളാണോ അത് നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തിരിച്ച് നിങ്ങളിൽ തന്നെ വരും. നിങ്ങൾ അതിൻ്റെ നെഗറ്റീവ് സൈഡിനെ വിട്ടുകൊണ്ട് പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങളിലെല്ലാം വന്നു ചേരും. വിജയം നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇറങ്ങിത്തിരിക്കാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിൻ്റെ പ്രകാശമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തികത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് വന്നു ചേരും. പക്ഷേ അത് നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കണം. ഓക്കെ, ഒരു കുഞ്ഞിൻ്റെ ജനനത്തെയാണ് ഇവിടെ ഉപമിക്കുന്നത്. ഇവിടെ നമ്മുടെ മൂണിൻ്റെ പല രൂപങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയമുണ്ട് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കുഞ്ഞു വയറ്റിൽ ജനിച്ച് ആ കുഞ്ഞിനെ എത്രത്തോളം വിശ്വാസത്തോടും പരിപാലനത്തോടു കൂടി കൊണ്ടുവരണം എന്നുള്ളതും ആ ഒരു സമയത്ത് ഒരു അമ്മ അനുഭവിക്കുന്നതായിട്ടുള്ള വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ക്ഷമ നിങ്ങൾക്കുണ്ടായിരിക്കണം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ വെച്ചിരിക്കുന്നതായിട്ടുള്ള നന്മയെ അനുഭവിക്കുന്നതിന് ചില ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്ന് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, ചില വ്യക്തികൾ 2 ദിവസം മുമ്പും 3 ദിവസം മുമ്പും അഫർമേഷൻ ചെയ്യാൻ തുടങ്ങും. 2-3 ദിവസം റീഡിങ് എടുത്ത് 2-3 ദിവസത്തിന് ശേഷം അഫർമേഷൻ ചെയ്യുന്നു. എന്നിട്ട് 4ാമത്തെ ദിവസം വന്ന് പറയും ഒരു കാര്യവും നടക്കുന്നില്ല, എനിക്ക് വെപ്രാളം വരുന്നു, ഇങ്ങനെ പറയും. അപ്പം ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ഒരു വിശ്വാസം എന്നതിനെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഷനാണ്. ഓക്കെ, ആ കുഞ്ഞിനെ ആ വിശ്വാസം നിങ്ങളിലേക്ക് എത്തണമെന്ന് പൂർണ്ണമായിട്ടും ഒരു കുഞ്ഞായിട്ട് നിങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാത്തിരിപ്പുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഇതിന് മുന്നേ നിങ്ങൾ ടെൻഷൻ അടിക്കുകയും നെഗറ്റീവ് തോട്ടുകൾ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും അത് പൂർണ്ണമായും നശിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എത്ര വെപ്രാളപ്പെട്ടിരുന്നാലും ക്ഷമയില്ലാണ്ട് ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് ഇപ്പോൾ ഒരു 35 വയസ്സാകണം, അതുകൊണ്ട് ഞാൻ അഫർമേഷൻ ചെയ്യുകയാണ്, ഞാൻ 35 വയസ്സാകണം എന്ന് വിചാരിച്ച് അഫർമേഷൻ ചെയ്തു എന്ന് വിചാരിച്ച് അത് നടക്കത്തില്ല. അത് പ്രകൃതിയുടേതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുത്ത് അതിനുവേണ്ടി കാത്തിരുന്നേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും താമസം യൂണിവേഴ്സ് നൽകുന്നത്? എക്സാമ്പിൾ പറയാം, ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 5 വയസ്സുള്ളൊരു കൊച്ചിനെ പെട്ടെന്ന് ഒരു 35 വയസ്സാക്കി കഴിഞ്ഞാൽ
അവൻ്റെ ശരീരം വളരുമായിരിക്കും. കാണുമ്പോഴത്തേക്ക് വലിയ മിഷ്യൻ താടിയൊക്കെ വെച്ച് വലിയ കൊച്ചായിട്ടുണ്ട്. പക്ഷേ അവൻ ആ 5 വയസ്സിൻ്റെ അതേ ബുദ്ധി തന്നെ ആയിരിക്കും. അവൻ പഠിച്ചു വരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവൻ അനുഭവിക്കേണ്ടതായ കുറേ ഉയർച്ച താഴ്ചകളുണ്ട്. അവൻ വീഴേണ്ട സ്ഥലമുണ്ട്, അവൻ ഒറ്റപ്പെടേണ്ട സ്ഥലമുണ്ട്, അവൻ നിലവിളിക്കേണ്ടതായിട്ടുള്ള സ്ഥലമുണ്ട്, ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു വരേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതി അവനെ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഓരോ സ്റ്റെപ്പ് എങ്ങനെ കയറണം, നിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം മെച്യൂറായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഓരോ ദിവസവും പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു സമയം യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. അത് മൊത്തവും പഠിച്ച് മാത്രമേ നമ്മൾ അങ്ങ് ചെല്ലുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് കൈവിട്ടു പോകാതെ, നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോയി നിങ്ങളുടെ മാനസികമായി തകർന്ന് ഒരു ഡിപ്രഷനിലേക്ക് തളർന്നു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ തന്നെ പൊതിഞ്ഞ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മെസ്സേജുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. നിങ്ങളുടെ മനസ്സ് തകർന്നു പോകരുത്. കൺട്രോൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള വ്യക്തികളുടെ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാവൽ ദൂതന്മാരുടെ വാക്കുകളാണ് ഇതൊക്കെ. അത് നിങ്ങളിൽ എത്തുന്നത് യൂണിവേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ എത്തുള്ളൂ. ഈ വാക്ക് നിങ്ങളിൽ എത്തിയിട്ടുണ്ടോ, എന്നെക്കൊണ്ട് ഇങ്ങനെയാണ് സംസാരിപ്പിച്ചിരിക്കുന്നത്, അത് ദൂതൻ്റെ വാക്കാണ്. എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു ദൂതനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് യൂണിവേഴ്സിൻ്റെ ഇഷ്ടപ്രകാരമാണ് എത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഏതോ ഒരു വ്യക്തി വളരെ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം എനിക്കിവിടെ പറയാൻ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ കാർഡ് മാത്രം പറഞ്ഞ് എനിക്ക് പോയാൽ മതി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകളുണ്ട്. ആ കോൺഫ്ലിക്റ്റുകളിൽ പലപ്പോഴും നിങ്ങൾ തളർന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു അക്ഷമ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു പ്രാവശ്യം വീഴുമ്പോൾ നിങ്ങൾ തളർന്നു വീഴും. പിന്നെ ഒരു പ്രാവശ്യം എഴുന്നേൽക്കുമ്പോൾ വീണ്ടും തളർന്നു വീഴും. നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താതെ പിന്നെ മുകളിലോട്ട് കയറാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എത്രത്തോളം നിങ്ങൾ പിടിച്ചു കയറുന്നു അത്രത്തോളം നിങ്ങളുടെ കാലിനും മനസ്സിനും കൈക്കും സ്ട്രെങ്ത് ലഭിക്കുന്നു. ഓക്കെ, അത്രത്തോളം നിങ്ങളുടെ വിജയിക്കണം, എനിക്ക് ഈ പ്രാവശ്യം വിജയിക്കണം എന്നുള്ള സ്ട്രെങ്ത് ഇവിടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പല പ്രാവശ്യം എഫേർട്ട് ഇട്ട കാര്യങ്ങളിൽ നിങ്ങൾ തളർന്നു പോയത്. നിങ്ങളുടെ മനസ്സിന് സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഒരുക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാജയത്തിൽ ഭയപ്പെട്ടു പോകാതെ, എനിക്ക് ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ ചില അധ്യായങ്ങൾ ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഫെയിലായിരിക്കുന്നത്, ഈ സാമ്പത്തിക കാര്യത്തിൽ ഞാൻ ഫെയിലായത് എനിക്ക് വിട്ടുപോയ ഒരു അധ്യായവും കൂടി പഠിക്കാനുണ്ട്, ആ പഠിച്ച് തീർക്കാതെ ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ ഭാഗങ്ങളും അത് നിങ്ങൾക്ക് നന്മയ്ക്കാണ് എന്ന് മാത്രം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. ഓക്കെ, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുവാൻ യൂണിവേഴ്സ് പറയുന്നു. മനസ്സ് തളർന്നു പോകരുത് എന്ന് പ്രത്യേകം പറയുന്നു. ഇവിടെ ആരുടെയോ മനസ്സ് തളർന്നു പോകാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിരന്തരമായിട്ട് തന്നെ ഈ കാർഡ്സുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ചില ചങ്ങലകൾ പൊട്ടിക്കുന്നതിന് വേണ്ടി റിബലിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്. ദ എംപററിൻ്റെ കാർഡാണ്. നിങ്ങളിൽ തന്നെ സ്ട്രെങ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചങ്ങലകളെ പൊട്ടിച്ച് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. ആ നീതി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളെ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ചങ്ങല നിങ്ങൾ പൊട്ടിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വ്യക്തിയുടെ കാലിലും കയ്യിലും ഒക്കെ കെട്ടിയിട്ടിരുന്നതായിട്ടുള്ള ചങ്ങലയാണ് ഇവിടെ പൊട്ടുന്നത്. ഈ വ്യക്തിയുടെ കഴുത്തിലും ദേഹത്തും തങ്ങളിലും ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നതായിട്ടുള്ള ഒരു മഹാസർപ്പത്തെ കാണാം. ഓക്കെ, ഈ വ്യക്തിയെ അതിൽ നിന്നും രക്ഷിക്കുവാൻ യൂണിവേഴ്സിൻ്റെ വാക്കുകളാണ് ഈ വരുന്നത്. എൻ്റെ വാക്കെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അയച്ചിരിക്കുന്ന ഒരു പരുന്താണ്. ഓക്കെ, ഇവിടെ കാണാം, ഈ ഒരു പരുന്ത് വന്നിട്ട് ഈ വ്യക്തിയെ വിഴുങ്ങാൻ നിൽക്കുന്ന പാമ്പിനെയാണ് ഇവിടെ കടിച്ചു മുറിക്കുന്നത്. ഓക്കെ, കൊത്തുന്നത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങളിലേക്ക്
നിങ്ങളിപ്പം മാനസികമായി തളർന്ന് തരിപ്പണമായി വീഴാൻ നിൽക്കുന്ന ഏതോ ഒരു വ്യക്തിയെയാണ് എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് യൂണിവേഴ്സ് മോചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങൾ, നിങ്ങൾ തളർന്ന് വീണു പോകാൻ നിൽക്കുന്ന ചില കാര്യങ്ങളെ ഇവിടെ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. പൊട്ടിച്ച് നിങ്ങൾ ശക്തിയോടുകൂടി നിങ്ങൾ ഒരു വിജയം പ്രാപിച്ച് മുന്നോട്ട് കുതിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പം ഇറങ്ങിത്തിരിക്കാൻ നിൽക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ തളർന്നു പോകുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് മോചനം വരണമെങ്കിൽ, ഒരു വിജയം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ പാസ്റ്റിലെ ചങ്ങലകളെ പൊട്ടിച്ച് കളയുക. നിങ്ങളുടെ ജീവിത അനുഭവങ്ങളെ, നിങ്ങൾ മുമ്പ് അനുഭവിച്ചിരുന്ന കാര്യങ്ങളെ നിങ്ങളിവിടെ പൊട്ടിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് കറേജ് എന്ന് പറയുന്ന ഒരു സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ഞെരുക്കിക്കളയുവാൻ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരിക്കലും, നിങ്ങൾക്ക് നോക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും കാണത്തില്ല. എങ്ങനെ മുകളിലോട്ട് എന്നുള്ള ചിന്തയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുകൂലമായില്ലെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും. ഓക്കെ, ഏത് കൂരിരുട്ടിലാണെങ്കിലും പ്രകാശം പരത്തുവാൻ യൂണിവേഴ്സ് വിചാരിച്ചാൽ പറ്റും. ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഈ യൂണിവേഴ്സിന് കഴിയും. നിങ്ങൾ വിചാരിക്കും സൂര്യൻ ഉദിക്കാനില്ല, ചന്ദ്രൻ ഉദിക്കാനില്ല, ഈ അടച്ചിട്ട റൂമിൽ ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്തായിരിക്കും ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന വ്യക്തികളുടെ ലൈഫിലൊരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചമായിരിക്കും. നിങ്ങളിങ്ങനെ തകർന്ന് ഇനി എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ടുമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ സൺ ഉദിക്കും. ഓക്കെ, ഈ ഒരു പാറക്കെട്ടുകളുടെ ഇടയിൽ ഞെരുങ്ങിപ്പോയ ഒരു വിത്താണ് നിങ്ങളെങ്കിൽ ഈ വിത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അതിന് വേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് മാത്രമാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഹെയറോഫിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്കുള്ള ഒരു വഴി ഇവിടെ തുറക്കുന്നതാണ്. ഓക്കെ, ദൂതന്മാരെ നിങ്ങളുടെ മുന്നിലേക്ക് അയക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക, തളർന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തളർന്നല്ല ചെയ്യേണ്ടത്. നിങ്ങൾ മാനസിക ധൈര്യത്തോടു കൂടി ചെയ്യുക. ഒരു വട്ടം തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തോ കാര്യങ്ങൾ പഠനത്തിൽ വിട്ടുപോയിട്ടുണ്ട്, ജീവിത പാഠത്തിൽ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ സക്സസ് ആയി A+ കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തളർന്ന് നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു പെട്ടെന്നൊരു ആക്ഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഒരു കുതിപ്പാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിലെല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെ ചുമക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ ഇമോഷണലായിട്ട് തകർന്നു പോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പൂർണ്ണ ചന്ദ്രൻ്റെ ടൈമായി കഴിഞ്ഞു. ഒരമ്മ ഗർഭിണിയായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഈ ഇത്രയും ടെൻഷനിലാണ്. ഒരു പൂർണ്ണ ഗർഭിണി എങ്ങനെയാണോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു പൂർണ്ണ ഗർഭിണി അനുഭവിക്കുന്നത് പോലെ നിങ്ങൾ മാനസിക പിരിമുറുക്കത്തിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? അതിന് സമയം ആയിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പുറത്ത് വന്ന് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് സാമ്പത്തികമാണോ ജോലിയാണോ, അത് നിങ്ങളുടെ മടിയിൽ തരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്ന സമയമായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ക്ഷീണങ്ങളും വേദനകളും എല്ലാം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ നിങ്ങളിവിടെ ക്ഷീണിച്ചിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡെലിവറിക്ക് പോകുന്ന ഒരു സ്ത്രീയെ മാത്രമാണ് ഇതിപ്പോൾ കേൾക്കുന്നത്. പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങൾ ആ ഒരു ടെൻഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ പൂർണ്ണചന്ദ്രനെ കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ എന്ത് വിഷയത്തിലാണോ ഇപ്പോൾ ഭാരം ചുമക്കുന്നത്, അത് സാമ്പത്തികത്തിലായിരിക്കാം, ജോലിയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ ഭാരമായിരിക്കാം, അത് പുറത്ത് വരുന്നു.
അത് പുറത്തു വന്ന് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുവാനുള്ള സമയമായി. അതിന് മുന്നോടിയായിട്ട് വരുന്ന ക്ഷീണം മാത്രമാണിത്. ഇതെല്ലാം നേരെയാകുമെന്ന് മാത്രം വിശ്വസിക്കുക. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടുണ്ട്. എല്ലാ ഗ്രോത്തുകളും നിങ്ങളെ തേടി എത്തുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.